പുലിപ്പല്ലി കേസിൽ റാപ്പർ വേടന് തിരിച്ചടി. പിടിച്ചെടുത്തത് യഥാർത്ഥ പുലിപ്പല്ലി തന്നെയാണെന്ന് സുവോളജി ലാബിൽ നടത്തിയ പരിശോധനയിൽ സ്ഥിരീകരിക്കപ്പെട്ടു കഴിഞ്ഞു. നിയമവിരുദ്ധമായി പുലിപ്പല്ലി കൈവശം വച്ചതിന് റാപ്പർ വേടനെതിരെ നേരത്തെ കേസെടുത്ത കാര്യം പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർമ്മിക്കുക. ലിഡിയ ജേക്കബ് ഈ വാർത്തയുടെ അപ്ഡേറ്റുമായി ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ലിഡിയ, ഗുഡ് മോർണിംഗ്. വിശദാംശങ്ങൾ. കഴിഞ്ഞ ഏപ്രിലാണ്, അതായത് കഴിഞ്ഞ വർഷം ഏപ്രിലാണ് കേസിനാസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത്. കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്നും, വേടന്റെ ഫ്ളാറ്റിൽ നിന്നും കഞ്ചാവ് കണ്ടെത്തുകയും തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ വേടന്റെ കഴുത്തിൽ ധരിച്ചിരിക്കുന്ന മാലയിലെ ലോക്കറ്റ് അത് പുലിപ്പല്ലാണ് എന്ന് വനം വകുപ്പ് കണ്ടെത്തിയിരുന്നു. അതിനെ തുടർന്ന് വേടനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അതിനുശേഷം വേടനെ അറസ്റ്റ് ചെയ്യുകയും കോടതി പിന്നീട് ജാമ്യത്തിൽ വിടുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇത് യഥാർത്ഥ പുലിപ്പല്ലാണോ എന്നതിനെ സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കോടതി വ്യവഹാരങ്ങളിലടക്കം കോടതി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വനം വകുപ്പിനോട് ചോദിച്ചതാണ്. ഇത് പുലിപ്പല്ലാണ് എന്ന് പറയുന്നതല്ലാതെ തെളിവുകളുണ്ടോ എന്നടക്കം കോടതി ചോദിച്ചതാണ്. ആ ഒരു ഘട്ടത്തിലാണ് അത് പരിശോധനയ്ക്ക് അയക്കുകയും ഇപ്പോൾ ആ പരിശോധന ഫലം പുറത്തു വന്നതിൽ അത് യഥാർത്ഥ പുലിപ്പല്ലാണ് എന്ന് സ്ഥിരീകരിക്കുകയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് വേടനൊരു തിരിച്ചടി തന്നെയാണ് എന്ന് വേണം പറയാൻ. വേടന്റെ കഴുത്തിൽ ധരിച്ചിരുന്നത്, വേടന്റെ കൈവശം വെച്ചിരുന്നത് അത് യഥാർത്ഥ പുലിപ്പല്ലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഈ ഒരു കേസിൽ ഉടനടി വനം വകുപ്പ് കുറ്റപത്രം സമർപ്പിക്കും. വേടനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യും. പ്രത്യേകിച്ച് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു മുൻപ് ഈ ഒരു നിയമവിരുദ്ധമായി ഈ പുലിപ്പല്ല് കൈവശം വെച്ചത് അത് വലിയ കുറ്റകൃത്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അടുത്ത നടപടിയിലേക്ക് ഈ വനം വകുപ്പ് കടക്കുമെന്നുള്ളതാണ്. 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കേസാണ് ഇത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് എവിടെ നിന്ന് ലഭിച്ചു എന്നുള്ളതാണ് ഇനി അന്വേഷിക്കേണ്ടത്. ആദ്യഘട്ടത്തിൽ ഇത് ഒരു തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള ഒരു പ്രവാസി നൽകിയതാണ് എന്നുള്ള തരത്തിലുള്ള ഇൻഫർമേഷനും കാര്യങ്ങളും ഒക്കെ വനം വകുപ്പിന് ലഭിച്ചിരുന്നു. പക്ഷേ ആളെ കണ്ടെത്താനായിട്ടില്ല. രഞ്ജിത്ത് കുമ്പിടി എന്ന് പറയുന്ന ഒരാൾക്കെതിരെ വനം വകുപ്പ് അന്വേഷണവും കാര്യങ്ങളും ഒക്കെ നടത്തിയതാണ്. പക്ഷെ ആളെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും വനം വകുപ്പ് അടുത്ത നടപടിയിലേക്ക് കടക്കുകയാണ്. നിയമവിരുദ്ധമായി പുലിപ്പല്ല് കൈവശം വെച്ചതിൽ വേറെ കനത്ത തിരിച്ചടിയായിരിക്കുകയാണ്. വനം വകുപ്പ് ഉടനടി കുറ്റപത്രവും കാര്യങ്ങളും ഒക്കെ സമർപ്പിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.